ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. വളരെ സുന്ദരമായ ഒരു പുതിയ പ്രഭാതം, വെള്ളിയാഴ്ചയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 15-ാമത്തെ വചനമായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 15-ാം വചനം. വചനം ഇതാണ്: വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. അപ്പം നമ്മൾ നന്നായി സംസാരിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് ശ്രമിക്കാം. ആ വചനം കാണാതെ പഠിക്കുക, ആ വചനത്തിൻ്റെ അഭിഷേകം നൽകുക. ഇന്ന് പഠിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 6-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 21:6. The book of Proverbs chapter 21 verse 6. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത്, പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. അതാണ് വചനം. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത്, പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. ഗെറ്റിംഗ് ഓഫ് ട്രഷേഴ്സ് ബൈ എ ലൈങ് ടങ് ഈസ് എ ഫ്ലീറ്റിംഗ് വെബർ ആൻഡ് എ സ്നെയർ ഓഫ് ഡെത്ത്. ഇത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതാണ്. കള്ളം പറയുന്ന നാവ് നേടിത്തരും. ഈ സമ്പത്ത് സാമ്പത്തികമായത് മാത്രമല്ല, എല്ലാം. അതായത് നാം എന്തൊക്കെ കളവിലൂടെ നേടാനാകും. ചിലപ്പോൾ ഫെയിം ആവാം, മറ്റെന്തുമാവാം. കളവിലൂടെ നാം നേടിത്തരുന്നതൊക്കെ പെട്ടെന്ന് തിരോഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം പ്രാർത്ഥിക്കണം, എൻ്റെ നാവ് കൊണ്ട് കള്ളം പറഞ്ഞല്ലേ എന്തെങ്കിലും നേടേണ്ടത്. കളവിലൂടെ എന്തെങ്കിലും നേടിത്തരാൻ അറിയാതെ പോലും ഒരു കളവ് പറയാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, സത്യം പറയുന്ന നാവായി മാറാൻ എൻ്റെ നാവിനെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത് അന്നേരം ഒരു തീരുമാനമെടുക്കുക, നല്ലത് പറയാൻ. എൻ്റെ നാവ് കൊണ്ട് നല്ലത് പറയുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.